ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ജി എസ് ടിയിൽ അഡ്വാൻസ് റൂളിംഗ് എന്നുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ ആക്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. രണ്ട് ടോപ്പിക്സും വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അഡ്വാൻസ് റൂളിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അഡ്വാൻസ് റൂളിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ജി എസ് ടിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ നിയമത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമുക്കത് ഒരു അതോറിറ്റിയോട് ചോദിക്കാൻ പറ്റും. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അതോറിറ്റിയോട് ചോദിക്കാൻ പറ്റും. അവരെയാണ് നമ്മൾ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർ തരുന്ന ആ ഡിസിഷനെ നമ്മൾ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്നു. അതിനുവേണ്ടി ഒരു അതോറിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഡൗട്ടുകളും പോയി അവരോട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ചില പെർട്ടിക്കുലർ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിലാണ് നമുക്ക് അത് പോയി ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ഡിസിഷൻ പ്രൊവൈഡഡ് ബൈ ദ അതോറിറ്റി ഓർ അപ്പീലേറ്റ് അതോറിറ്റി ടു ആൻ അപ്ലിക്കന്റ് ഓൺ മാറ്റേഴ്സ് ഓർ ഓൺ ക്വസ്റ്റ്യൻസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 97. അപ്പൊ സെക്ഷൻ 97 സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സംശയങ്ങൾ മാത്രമേ നമുക്ക് ഈ അതോറിറ്റിയോട് ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 100 ഓഫ് CGST ആക്ട് in relation to supply of goods or service or both being undertaken or proposed to be undertaken by the applicant. അപ്പൊ അപ്ലിക്കന്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്ലൈ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു സപ്ലൈ, അതിൽ ഈ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളിൽ നമുക്കുള്ള ഡൗട്ടുകൾ നമുക്ക് ഒരു അതോറിറ്റിയോട് ചോദിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്നത്. അവർ തരുന്ന ആ ഡിസിഷനെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് അഡ്വാൻസ് റൂളിംഗ് ക്യാൻ ബി സോട്ട്. ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് പോയിട്ട് നമുക്ക് ഇതിൽ സംശയം ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങളെ ഓരോ തരത്തിൽ അവർ ക്ലാസിഫൈ ചെയ്തിട്ടാണ് റേറ്റ്സ് ഓഫ് ടാക്സ് കണക്കാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോ അല്ലെങ്കിൽ സർവീസ് അതിലേതിലാണ് വരിക എന്ന് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലേ, അവർക്ക് എത്ര തന്നെ ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പറയുന്ന പ്രോഡക്റ്റ് എക്സാക്ട് ആയിട്ട് ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സംശയം വരികയാണ്, ഈ ക്ലാസിഫിക്കേഷനിൽ എടുക്കണോ അല്ല മറ്റേ ക്ലാസിഫിക്കേഷനിൽ എടുക്കണോ? അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ അത് നമുക്ക് ആക്ടിൽ എന്ത് വായിച്ചിട്ടും നമുക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് അഡ്വാൻസ് റൂളിങ്ങിനായിട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് GST ആക്ട്. GST ആക്ട് പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്ലിക്കബിലിറ്റിനെ കുറിച്ച് നമുക്ക് സംശയം വരികയാണെങ്കിൽ, അത് നമുക്ക് അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് സംശയം വരികയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അഡ്വാൻസ് റൂളിങ്ങിന് പോകാൻ പറ്റും. ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ ആ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ്, അതായത് നമ്മളിപ്പോ എക്സാമിന് പഠിക്കുന്ന പോലെ അല്ലല്ലോ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉണ്ടാവുക. നമ്മൾ കാണുന്ന പോലെയല്ല. നമുക്ക് എക്സാം ക്വസ്റ്റ്യനിൽ അവർ എത്രയോ ചുരുക്കിയിട്ട് എത്രയോ സിമ്പിൾ ആക്കിയിട്ടാണ് തരുന്നത്. റിയൽ ലൈഫിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കതിന്റെ ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടെത്താനാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് റൂളിങ്ങിനായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അഡ്മിസിബിലിറ്റി ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് ഓർ ഡീം ടു ഹാവ് ബീൻ പെയ്ഡ്. നമ്മൾ അടച്ചിട്ടുള്ള ടാക്സിന്റെ ITC നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് ദ ലയബിലിറ്റി ടു പേ ടാക്സ് ഓൺ എനി ഗുഡ്സ് ഓർ സർവീസ് അണ്ടർ ദ ആക്ട്. നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്, നമുക്ക് എത്രയാണ് അടയ്ക്കേണ്ടി വരിക എന്ന് അറിയാനായിട്ട്. വെദർ ദി അപ്ലിക്കന്റ് ഈസ് റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. GST ആക്ട് പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു വ്യക്തിയാണോ? അപ്പൊ രജിസ്ട്രേഷന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റൂൾസ് ഓൾറെഡി ഉണ്ട്, നമ്മൾ കുറെ പഠിച്ചില്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയുന്നില്ല നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ആളാണോ, കമ്പൽസറി ആണോ അല്ലയോ എന്ന് അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ whether any particular thing done by the applicant with respect to any goods or service amounts to or result in a supply of goods or service within the meaning of that term. അതായത് സപ്ലൈ എന്നുള്ള ടേമിന്റെ മീനിങ് അത് നമ്മൾ നോക്കിയതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബാർട്ടർ, ലീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് സപ്ലൈ എന്നുള്ളതിന് ഇൻക്ലൂഡ്സ് പറഞ്ഞിട്ട് ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. അതിലെല്ലാം ഉൾപ്പെടും. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇൻ റിലേഷൻ ടു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം സപ്ലൈ എന്നുള്ള ടേമിൽ പെടുമോ എന്നാണ് നമ്മുടെ സംശയം.
അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അഡ്വാൻസ് റൂളിങ്ങിന് പോവാം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അതായത് നോർമലി ചെറിയ സംശയങ്ങളല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ പറയാ, നമുക്ക് ഒരു ഉത്തരം കണ്ടെത്താനാവാതെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലാണ് നമ്മൾ ആ അതോറിറ്റിയുടെ അവിടെ പോകുന്നത്. അങ്ങനെ അവർ തരുന്ന ആ ഒരു ഡിസിഷനെ നമ്മൾ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയണം. അപ്പൊ ഈ അതോറിറ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, 1 member ഫ്രം എമംഗ്സ് ദി ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ ടാക്സ്, 1 member ഫ്രം എമംഗ്സ് ദി ഓഫീസേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി ടാക്സ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഓൾറെഡി GST ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് സെൻട്രൽ ടാക്സ് എന്ന ഒരാളെയും അതുപോലെ യൂണിയൻ ടെറിട്ടറി ടാക്സ് എന്നും ഓരോ മെമ്പേഴ്സിനെ എടുത്ത് അങ്ങനെ 2 members ആണ് അവർ അപ്പോയിന്റ് ചെയ്യുക. പിന്നെ അതിനുള്ള ക്വാളിഫിക്കേഷൻ, എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, അങ്ങനെ ടേംസും കണ്ടീഷൻസും അതൊക്കെ അവർ നിശ്ചയിക്കുന്ന പോലെയാണ്. അപ്പൊ അത് ഓൾറെഡി ഉണ്ടാവും, പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. അപ്പൊ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. അടുത്തത്, നമുക്കിപ്പോ ഇങ്ങനെ അഡ്വാൻസ് റൂളിങ്ങിൽ ഒരു ഡിസിഷൻ കിട്ടി, നമുക്കിപ്പോ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ അല്ല, അത് അങ്ങനെയല്ല വരണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പീലിന് പോകാൻ ഒരു സൗകര്യം വേണമല്ലോ. അപ്പൊ ആ ഒരു ഡിസിഷൻ തന്നാലും നമുക്ക് എല്ലാ കേസിലും അപ്പീലിന് പോകാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും അഡ്വാൻസ് റൂളിങ്ങിൽ അവർ തരുന്ന ഡിസിഷൻ നമുക്ക് ഫേവറബിൾ അല്ലെങ്കിൽ, നമുക്കത് ജസ്റ്റിഫയബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കും അതിന് അപ്പീലിന് പോവാം. അങ്ങനെ നമ്മൾ അപ്പീലിന് പോകുന്നതിനായിട്ട് നമുക്കൊരു അപ്പീലിയേറ്റ് അതോറിറ്റിയും ഇതിനുണ്ട്. അപ്പൊ അപ്പീലിയേറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പീലിയേറ്റ് അതോറിറ്റിയും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതൊക്കെ അവരായിരിക്കും. അപ്പൊ അതില് എന്താണ് അപ്പീൽ കേൾക്കുക എന്ന് വെച്ചാൽ, അഡ്വാൻസ് റൂളിങ്ങിൽ പോയിട്ടുള്ള കാര്യങ്ങളുടെ അപ്പീലാണ് അപ്പീലേറ്റ് അതോറിറ്റി ഹിയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ചീഫ് കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് ആസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ബോർഡ്. ചീഫ് കമ്മീഷണർ ഉണ്ടാവും, CGSTയിലെ ചീഫ് കമ്മീഷണർ. അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് യൂണിയൻ ടെറിട്ടറി ടാക്സ് ഹാവിംഗ് ജുറിസ്ഡിക്ഷൻ ഓവർ ദ അപ്ലിക്കന്റ്. അപ്ലിക്കന്റിന്റെ മേലെ അപ്ലിക്കന്റ് ഏത് സ്റ്റേറ്റിലെയാണോ അല്ല യൂണിയൻ ടെറിട്ടറിയിലാണോ അവിടുത്തെ കമ്മീഷണർ ആരാണോ അയാളുണ്ടാവും. അപ്പൊ അവര് ഈ അഡ്വാൻസ് റൂളിങ്ങിൽ തന്നിട്ടുള്ള ഡിസിഷൻ അപ്പീലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഹിയർ ചെയ്തിട്ട് അവർ വീണ്ടും ഒരു ഡിസിഷൻ തരും. അപ്പൊ ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഈ അഡ്വാൻസ് റൂളിങ്ങിലുള്ള ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ പെർട്ടിക്കുലർ 2 സെക്ഷൻ, സെക്ഷൻ 97ഉം സെക്ഷൻ 100ഉം, അതിൽ പർട്ടിക്കുലർ സബ് സെക്ഷനിൽ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കേസസിൽ നമ്മൾക്ക് ഡൗട്ട് വരുമ്പോഴാണ് നമുക്ക് അഡ്വാൻസ് റൂളിങ്ങിനായിട്ട് പോകാൻ പറ്റുക. അപ്പൊ അതിലുള്ള പോയിന്റ്സ് എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കുക. പിന്നെ അങ്ങനെ നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ പോകുന്ന അഡ്വാൻസ് റൂളിങ്ങിന് ഒരു അതോറിറ്റി ഉണ്ട്, അത് സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അതിൽ 2 മെമ്പേഴ്സ്, അവർ ആരൊക്കെയാന്നുള്ളത് പഠിക്കുക. പിന്നെ അപ്പീലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ അഡ്വാൻസ് റൂളിങ്ങിന് പോയിട്ട് നമുക്കത് ജസ്റ്റിഫയബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പീലിന് വരാവുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പോ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്തത് നമുക്കുള്ള ടോപ്പിക് എന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017. അതായത് നമുക്കറിയാം GST എന്ന് പറയുന്നത് 2017 ഇംപ്ലിമെന്റ് ആയി അല്ലെ. അപ്പോൾ അത്രയും കാലം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വാറ്റ്, സർവീസ് ടാക്സ്, അങ്ങനെ പല ഇൻഡയറക്ട് ടാക്സസും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നു ഇപ്പോൾ വാറ്റ് എന്ന് GSTയിലേക്ക് വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവീസ് ടാക്സ് എന്ന് GSTയിലേക്ക് വരിക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അതൊരു നഷ്ടമാണെന്ന് വരെ അവർ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് അവർ ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടം അത് ഒരു 5 കൊല്ലത്തേക്ക് ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ GSTയിൽ കുറെ ടാക്സസ് സബ്സ്യൂംഡ് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ വാറ്റ്, സർവീസ് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സസ് അതിൽ സബ്സ്യൂംഡ് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പണ്ട് ഇവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എത്രയാണോ അവർക്ക് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്സിന്, ഇപ്പോ GST വരുമ്പോൾ അവർക്ക് അതൊന്ന് ചിലപ്പോൾ കുറവ് വന്നേക്കാം അല്ലെ. അങ്ങനെ കുറവ് വരികയാണെങ്കിൽ ആ കുറവ് എങ്ങനെ നികത്തണം, അത് എത്ര കാലത്തേക്ക് നികത്തണം, അതെങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, അതിന്റെ കാര്യങ്ങളാണ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരിക്കലും സ്റ്റേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റും ഈ ഒരു GST ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കില്ല അല്ലെ. കാരണം അവർക്ക് ഗവൺമെന്റിന് എന്തൊക്കെ
പറഞ്ഞാലും അവരുടെ എക്സ്പെൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ അവർക്ക് ഇൻകം കിട്ടുന്നത് ടാക്സസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പല ടാക്സസും മാറ്റി ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റുമ്പോൾ അവർക്ക് അതിൽ പല നഷ്ടങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഇവർ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമേ അവരും അതിന് തയ്യാറാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് ഇത് എന്തിനാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അവർക്ക് നഷ്ടം വരികയാണെങ്കിൽ ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ദ ആക്ട് വിച്ച് പ്രൊവൈഡ്സ് ഫോർ കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ്സ് ഫോർ ദ ലോസ് ഓഫ് റവന്യൂ അറൈസിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ഫോർ എ പീരീഡ് ഓഫ് 5 years. അപ്പോൾ ഈ 5 years എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എത്ര കൊല്ലത്തേക്കാണ് ഇത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്സിന് എല്ലാ സ്റ്റേറ്റ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ഫോർ എ പീരീഡ് ഓഫ് 5 years 5 കൊല്ലത്തേക്കുള്ള നഷ്ടം മാത്രമേ അവർ നികത്തി കൊടുക്കുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് അങ്ങോട്ട് മെർജ് ആയിട്ടുണ്ടാവും, അത് അങ്ങോട്ട് നമ്മൾ യൂസ് ടു ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ 5 years എന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എനിവേ 5 years എന്നുള്ളത് പഠിച്ചു വെക്കാം. പിന്നെ ഈ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കോമ്പൻസേഷൻ ഓഫ് ലോസ് ടു ദ സ്റ്റേറ്റ്സ് അറൈസിംഗ് ഡ്യൂ ടു ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ദ ഫിനാൻഷ്യൽ ഇയർ 2015-16 ഷാൽ ബി ടേക്കൺ ആസ് ബേസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോമ്പൻസേഷൻ എമൗണ്ട് പേയബിൾ ടു ദ സ്റ്റേറ്റ്സ്. അതായത് നമുക്ക് ഇപ്പൊ നഷ്ടം എന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് അറിയണമല്ലോ. അപ്പൊ 2017 മുതലാണ് GST വന്നത്. അതിനും തൊട്ട് മുന്നത്തെ ഉള്ള കൊല്ലം, അതായത് ഇപ്പൊ നമുക്ക് 15-16 അവര് ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. 16-17 ഉണ്ട് എങ്കിലും അവർ 15-16 ആണ് ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 15-16 ഇപ്പൊ കേരള ഗവൺമെന്റിന് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ 1 കോടിയാണ് ഇപ്പൊ ഒരു മാസം ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് വിചാരിക്കാം. അപ്പൊ GST വന്ന ശേഷം ഒരു മാസം 50 ലക്ഷം കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ബേസ് ചെയ്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 50 ലക്ഷം അവിടെ വരുമാനം കുറവാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് അവരുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ അവർ അതിൽ പറയുന്നുണ്ട്. നമ്മൾ മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കുക. അപ്പൊ 15-16 ആണ് നമ്മുടെ ബേസ് ഇയർ. ബേസ് ഇയർത്തെ റവന്യൂ ആയിട്ട് നമ്മൾ ഓരോ കൊല്ലത്തെയും കമ്പയർ ചെയ്യും, എന്നിട്ടാണ് നഷ്ടം എത്രയാന്നുള്ളത് കണ്ടുപിടിക്കുക. ദ റവന്യൂ ടു ബി കോമ്പൻസേറ്റഡ് കൺസിസ്റ്റ് ഓഫ് റവന്യൂസ് ഫ്രം ദ ടാക്സസ് ദാറ്റ് ആർ ലെവീഡ് ബൈ ദ സ്റ്റേറ്റ്സ് വിച്ച് ഹാവ് സബ്സ്യൂംഡ് അണ്ടർ GST ആസ് ഓഡിറ്റഡ് ബൈ ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ GSTയിൽ ഏതൊക്കെ ടാക്സുകളാണോ സബ്സ്യൂം ചെയ്തത് അതൊക്കെ ഇപ്പൊ മാറിയിട്ടാണ് GST വന്നത് അല്ലെ. അപ്പൊ പണ്ട് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു, അതുമായിട്ടാണ് നമ്മളിപ്പോ കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് വാറ്റ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു എക്സാമ്പിൾ. അപ്പൊ വാറ്റിലും സർവീസ് ടാക്സിലും കൂടെ നമ്മൾ എത്ര കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പകരം ഇപ്പൊ GST വന്നപ്പോ എത്രയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എന്താണ് അവിടെ നഷ്ടം നോക്കും. ആ നഷ്ടമാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക. ദ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് റവന്യൂ ഡ്യൂറിംഗ് ട്രാൻസിഷൻ പീരീഡ് ഷാൽ ബി 14%. പിന്നെ അവർ പറയുന്നത് ഓരോ കൊല്ലത്തെയും ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 14% ആയിരിക്കും. ഇപ്പോൾ 15-16 നമുക്കൊരു ഇൻകം കിട്ടി, 16-17 അങ്ങനെ തന്നെയാണോ? അല്ല, നമ്മുടെ ഇക്കണോമി വളരുന്നില്ലേ. അപ്പോൾ ഇക്കണോമിയിൽ ഉണ്ടാവുന്ന ആ ഒരു വളർച്ചയ്ക്കനുസരിച്ച് നമുക്കും ആ ഗ്രോത്ത്, ടാക്സിലും ആ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഓരോ കൊല്ലത്തെയും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവർ 14% ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ, ഈ ഒരു പീരീഡ് ഓഫ് 5 years അവർ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഓരോ കൊല്ലവും 14% ആയിരിക്കും എന്നാണ് പറയുന്നത്. The compensation shall be released at the end of every 2 months period on a provisional basis, and final adjustment shall be made after getting audited accounts of the year from C&AG. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഓരോ 2 monthsലും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും. എന്നിട്ട് ഇയർലി ഓഡിറ്റ് കഴിഞ്ഞാൽ, ഈ ഇയർലി C&AGനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കും. അങ്ങനെയുള്ള അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് അവർ ചെയ്യും. In case of 11 special category states referred to in Article 279A of the Constitution, the revenue foregone on account of exemption of taxes granted should be counted towards the definition of revenue for the base year 15-16 for calculating compensation. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന്റെ കേസിൽ എക്സംപ്റ്റഡ് ആയിട്ട് അവർക്ക് എക്സംഷൻ കൊടുത്തിട്ടുള്ള ടാക്സസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലോസ് കണക്കാക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ the revenue of the states that were not credited to the consolidated fund of states government but were directly collected by mandi or municipality
would also be included in the definition of revenue if these were subsumed in GST. ഒന്നുമില്ല, അവർ പറയുന്നത് ജി എസ് ടിയിൽ നമ്മൾ എന്തൊക്കെ സബ്സ്യൂം ചെയ്തിട്ടാണോ ജി എസ് ടി കൊണ്ടുവന്നത്, അപ്പൊ എല്ലാ ടാക്സസും, ഇപ്പൊ സ്റ്റേറ്റ് അല്ല അതിപ്പോ മുനിസിപ്പാലിറ്റി ആണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ജി എസ് ടിയിൽ അത് നമ്മൾ സബ്സ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം കമ്പയർ ചെയ്യാൻ. പണ്ട് നമുക്ക് എന്താണ് വരുമാനം ഉണ്ടായിരുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ വരുമാനം എന്താന്നുള്ളത്. To generate revenue to compensate states for 5 years for loss suffered by the states on account of implementation of goods and service tax is by levy of a cess on such goods as recommended by GST Council over and above the GST rate on that item. അപ്പൊ ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അവരുടെയും കാശ് വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാശ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചില സാധനങ്ങളുടെ മേലെ ജി എസ് ടിക്ക് പുറമെ ഒരു സെസ്സും കൂടെ ഈടാക്കും. അപ്പൊ ജി എസ് ടി റേറ്റിന് പുറമെ ഒരു സെസ്സും കൂടെ ചില പ്രോഡക്ട്സിന്റെ മേലെ അവർ ഈടാക്കും. ആ സെസ് എമൗണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റേറ്റ്സിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. The proceeds of the cess shall be credited to the fund called GST Compensation Fund, and all the compensation payable to the states as GST compensation shall be paid from this fund. The balance, if any, left out in the GST Compensation Fund after 5 years shall be equally shared between center and the state. അപ്പൊ ഇങ്ങനെയുള്ള സെസ് എന്ന് കിട്ടുന്ന ഫണ്ട് മുഴുവൻ അവര് ജി എസ് ടി കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് എല്ലാ സ്റ്റേറ്റ്സിനും കൊടുക്കേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കും. എന്നിട്ടും 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് വല്ലതും നിൽക്കുകയാണെങ്കിൽ അത് സെന്ററും സ്റ്റേറ്റ്സും തമ്മിൽ ഈക്വലി ഷെയർ ചെയ്തെടുക്കും എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് അപ്പോൾ ഈ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മേജറായി മനസ്സിലാക്കേണ്ട കുറെ പോയിന്റ്സ് വന്നു കഴിഞ്ഞു. ഇനി പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയാണ് ഒരു ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള പോലെ അത് 14% ആണ് അവർ പറയുന്നത്. പിന്നെ ബേസ് ഇയർ എന്ന് പറയുന്നത് ഏത് പീരീഡിന്റെ റവന്യൂ ആയിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യൽ ഇയർ 15-16 ആണ്. അപ്പോൾ ജി എസ് ടി കോമ്പൻസേഷൻ ആക്ടിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ടെക്സ്റ്റിൽ കുറച്ചും കൂടെ ടോപ്പിക്സ്, ചെറുതായിട്ട് ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന എല്ലാം ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിലുള്ള ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ബാക്കി ചാപ്റ്റേഴ്സിൽ ഫുള്ളി കവർ ചെയ്തതാണ്. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ, അപ്പൊ ബാക്കി ചാപ്റ്റേഴ്സിൽ കവർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ഇനി വേറെ ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്സും പെൻഡിങ് ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ജി എസ് ടി സൈഡിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു.